നമസ്കാരം. പ്രകാശധാര ക്രിയേഷൻസ് പ്രസൻസ് PDA ചാനൽ അവതരിപ്പിക്കുന്ന എൻ്റെ കല എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട പനച്ചമൂട് പഞ്ചാകുഴി ജംഗ്ഷനിലാണ്. ഇവിടെ ഒരു ചിത്രരചന കലാകാരനുണ്ട്. പേര് കൃഷ്ണൻകുട്ടി അവർകൾ. അദ്ദേഹം 1986 മുതൽ ചിത്രരചന രംഗത്ത് സജീവമാകുകയും നിരവധി പോൾറൈറ്റ് ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത ഒരു കലാകാരനാണ്. 1986 മുതൽ തുടങ്ങി ഇന്നും നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലും അതേ എനർജിയിൽ സജീവമായിരിക്കുന്ന ഒരു കലാകാരനാണ് കൃഷ്ണൻകുട്ടി അവർകൾ. PDA ചാനൽ എൻ്റെ കല എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പഞ്ചാകുഴി ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് അല്പം മാറി റൈറ്റിലേക്ക് അദ്ദേഹം ഒരു ചെറിയ വഴി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചപ്പോൾ. ഇവിടെ നിന്ന് ചെറിയൊരു കുരിശ് കാണുമെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ഒരു കുരിശ് ഇവിടെ കാണുന്നുണ്ട്. അവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടെന്നാണ് പറഞ്ഞത്. റൈറ്റിലോട്ട് തിരി നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് നേരിട്ട് തന്നെ മനസ്സിലാക്കാം. വഴി ഒരു ചെറിയ വഴിയാണ്. അപ്പോൾ ഇതുവഴി ഒരു ബൈക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2 വളവ് കഴിഞ്ഞ് ആണ് അടുത്ത അദ്ദേഹത്തിൻ്റെ വീട് കാണും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇവിടെ ഒരു 2 വളവ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു വീട് കണ്ടു. ഈ വീടാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ ചുമരുകളിലും നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഇത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതവിടെ നിന്ന് ഒരാൾ അകത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ മാഷേ, നമസ്കാരം. നമസ്കാരം. അങ്ങനെ വീട് കണ്ടുപിടിക്കാൻ വയ്യില്ല, പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൃഷ്ണൻകുട്ടി അവർകൾ. 1986 മുതൽ ചിത്രരചന രംഗത്ത് സജീവമാവുകയും ഇപ്പോഴും അതേ എനർജിയിൽ നിരവധി ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കാര്യങ്ങളൊക്കെ ഇപ്പൊ കുഴപ്പമില്ല, പോകുന്നുണ്ട്. ചിത്രരചനയൊക്കെ ഇപ്പൊ പഴയതുപോലെ ഒന്നും ഇല്ലല്ലോ. പിന്നെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. ഞാൻ കേരള ചിത്രകല പരിഷത്തിന്റെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇപ്പൊ നിരവധി പെയിന്റിങ്ങുകള് സെയിലും കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പോവുകയാണ്. കൊള്ളാം. ഇവിടെയും ഈ വീട്ടിന്റെ ചുമരിലും അതിമനോഹരമായ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇത് മാഷേനാണ് വരച്ചത്? അതെ അതെ, അതിമനോഹരമായ ചിത്രങ്ങളാണ്. കൃഷ്ണന്റെ പടമൊക്കെ നല്ല സൂപ്പറായിട്ട് അദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ട്. കൊള്ളാം മാഷെ, എല്ലാം അതിമനോഹരമായിട്ടുണ്ട്. മാഷ് ബാക്കി ചിത്രങ്ങളൊക്കെ എവിടെ ഇരുന്നാണ് വരയ്ക്കുന്നത്? ഞാൻ മുകളില് സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പണിയൊക്കെ ചെയ്യാൻ വേണ്ടി. അവിടെ ഇരുന്ന് തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ. അപ്പോൾ ഏതായാലും മാഷ് ഒരുപാട് ചിത്രങ്ങൾ വരച്ച ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു ചിത്രങ്ങളെല്ലാം നമുക്ക് കാണാം. പിന്നെ ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എവിടെയാണ് അത്? മുകളിലിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലാൻ. പക്ഷേ ഇവിടെ എങ്ങനെ റൂം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതെ, സമയം കിട്ടുമ്പോൾ ഞാൻ വരയ്ക്കാൻ വേണ്ടി പഠനവും. ഓ, ഇതാണ് മാഷിന്റെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് മാഷ് ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്നത്? പഠനവും കൂടിയാണ്. നല്ല അതിമനോഹരമായ നല്ല അടിപൊളി പിക്ചറുകളാണ്. കൊള്ളാം പക്ഷേ അതിമനോഹരമായിട്ടുണ്ട്. ഓരോ ചിത്രങ്ങളും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോ ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഏകദേശം സമയമല്ല, വർഷങ്ങൾ തന്നെ ആയെന്ന് പറയാം അല്ലേ? എങ്ങനെയാണ് വരയ്ക്കുന്നത്? ചിത്രങ്ങളെ ഒരുപാട് സമയം പിടിക്കും. അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കും. സമയം കൂടുതൽ. പിന്നെ അല്ലാതെ പെട്ടെന്ന് വരുന്ന ചിത്രങ്ങളുണ്ട്. ഈ ചിത്രം എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്? അത് പോർട്രേറ്റ് ആണ്. പോർട്രേറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീർന്നു. അതും ഒരു പോർട്രേറ്റ് ആണ്. ഓ, ഇതിന്റെ വർക്ക് കഴിഞ്ഞതാണ്? അതിന്റെ വർക്ക് കഴിഞ്ഞതാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ ചിത്രം എങ്ങനെയാണ്? ഇത് ഏത് വർഷം വരച്ച ചിത്രമാണ്? പിന്നാണ് എങ്ങനെയാണ് ഈ കുട്ടിയെ എങ്ങനെ കണ്ടിട്ട് അങ്ങനെ വരയ്ക്കുന്നതാണ്? അതാ ഫോട്ടോ എടുത്തിട്ട്? അതൊക്കെ നാച്ചുറൽ ആയിരിക്കും അല്ലേ? ഇത് ഏത് വർഷം വരച്ച ചിത്രമാണ്? ഇത് 2018. 2018. അങ്ങനെ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനുള്ള സാഹചര്യം? പിന്നെ അവരുടെ കഷ്ടപ്പാടിന്റെ മുഖം പ്രതികരിക്കുകയാണ്. അതിമനോഹരമായ ഒരു കർഷകന്റെ ഒരു ചിത്രം. ഇത് ഏത് വർഷം വരച്ചതാണ്? ഇത് 2021. 2021.
ഈ മേഖലയൊക്കെ ഇപ്പൊ തീരെയല്ലേ. ആ നമ്മളെ കൊറോണ സമയമൊക്കെ ഇതിൽ സജീവമായിരുന്നല്ലേ? അതെ അതെ. ഇപ്പോൾ നമ്മുടെ കുംഭവേളിയിൽ ഫേമസ് ആയ ഒരു കുട്ടിയുടെ ചിത്രവും ഈ പടം വരച്ചിട്ട് ഇപ്പൊ എത്ര മാസങ്ങളായിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ തന്നെ വരച്ച് ഓയിൽ പെയിന്റിംഗ് ആണ്. അത് പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടച്ചിങ്ങളേ ഉള്ളൂ അങ്ങനെ. ഈ പടം എങ്ങനെയാണ് ഇത്? ലിയോണാർഡോ ഡാവിഞ്ചിയാണ് ഈ കുട്ടിയാണ് ലോകത്തെ ഏറ്റവും വലിയ ചിത്രകാരൻ. 1600 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറിയപ്പെടുന്ന ചിത്രകാരനും എഞ്ചിനീയറുമാണ്. ഇത് നൈഫ് കൊണ്ടാണ് വരച്ചിരിക്കുന്നത്, ബ്രഷ് വെച്ചല്ല. നൈഫ് കരണ്ട് വെച്ചാണ് വരച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം. അതെ, പടം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ഓർമ്മ ഇങ്ങനെ ഓടി വരികയാണ്. അതിമനോഹരമായിട്ടാണ്. ഓയിൽ പെയിന്റിംഗ് ആണ്. കോഴിയുടെ വാട്ടർ കളറാണ്. അത് എത്ര വർഷം പഴക്കം വരും ആ ചിത്രത്തിന് വരച്ചത്? 2021 വരച്ചതാണ്. ഇതൊക്കെ ഇത് 2020 എഴുതിയിട്ടുണ്ട്. അതിമനോഹരമായ ചിത്രങ്ങളാണ്. ഇതും നല്ല ഇത് മീന് പിടിക്കാൻ പോകുന്ന ഇത് വന്നിട്ട് അക്രലിക് പെയിന്റില് നൈഫ് വരപ്പാണ്. അങ്ങനത്തെ വരപ്പാണ്. അതെ അതെ. അപ്പോ ഇത് ഏകദേശം നൈഫ് ഉപയോഗിച്ച് വരച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ബാംഗ്ലൂർ ചിത്രസന്ധ്യയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് തിരുവനന്തപുരത്ത് ഒരുപാട് ആർട്ട് ഗാലറികളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് സെയിലിന് വേണ്ടിയാണ്, സെയിലൊന്നും നടന്നില്ല. അതിമനോഹരമായ ചിത്രങ്ങളാണ്, എല്ലാം നാച്ചുറൽ ആയിട്ടുണ്ട്. നമ്മുടെ രജനി ആർട്ടിസ്റ്റിന്റെ പടം രജനി സൂപ്പർ ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ? ഇത് ഏതൊരു പടത്തിന്റെ ഒരു ലുക്കിലുള്ള എല്ലാം അതിമനോഹരമായ പടങ്ങളാണ്. അപ്പോൾ ഇപ്പോ ഏത് പടമാണ് മാഷിലിരിക്കുന്നത്? അവസാന ഘട്ടത്തിലേക്ക് ഏത് പടമാണ് നടക്കുന്നത്? ഇപ്പൊ ഞാൻ ഈ പോർട്രേറ്റ് വരച്ചോണ്ടിരിക്കുകയാണ്, തീരാറായി. ഇതിപ്പോ എങ്ങനെയാണ് പടം? ഏകദേശം അടുത്ത പടം തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. എന്റെ അങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1986 മുതൽ തന്നെ? അതെ, ഞാൻ 1986 മദ്രാസില് സിനിമ കട്ടൗട്ട് ചെയ്യുന്ന എന്റെ ഗുരു JP കൃഷ്ണ സാർ, ഡോക്ടർ JP കൃഷ്ണ, പുള്ളി തമിഴ്നാട് പൗരസംഘ തലവരാണ് ഇപ്പോൾ നിലവിലും. അവിടെ നിന്നാണ് ഞാൻ ചിത്രകല പഠനം അഭ്യസിക്കാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് പരസ്യ ചിത്രങ്ങളായിരുന്നു നേരത്തെ വരച്ചോണ്ടിരുന്നത്. ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി ഫ്ലക്സിന്റെ കാലഘട്ടത്തിന് മുമ്പ് വലിയ വലിയ ബോർഡുകളിൽ പരസ്യ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. തിരുവനന്തപുരത്ത് വന്ന ഒരുപാട് അഡ്വർടൈസിങ് കമ്പനികളിൽ വരച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട്. മൃഗയ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു മമ്മൂട്ടിയുടെ ഒരു കാക്കയെ തൂക്കി വെച്ചിരിക്കുന്ന ഒരു ചിത്രം തമിഴ് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വരച്ചിട്ടുണ്ടായിരുന്നു. വേറൊരാളുടെ അഡ്രസ്സിലേക്ക് വേണ്ടിയ അഡ്രസ്സാണ്, എന്റെ പേരൊന്നുമല്ല വരുന്നത്. ഇതുപോലെ ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ വരച്ചെന്നാണ് പറയാൻ. പരസ്യ ചിത്രങ്ങള്, അല്ലാത്ത പോർട്രേറ്റുകൾ, അതൊന്നും നമ്മുടെ പേരൊന്നുമില്ല. പലർക്കും വേണ്ടി ഇങ്ങനെ കുരുക്കിയൊക്കെ വരയ്ക്കാൻ പോവുകയാണ് ആയിരുന്നു. ഞാൻ തിരുവനന്തപുരം ഇപ്പോ എനിക്ക് ഒരുപാട് ഗ്രൂപ്പ് എക്സിബിഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലുലു മാളിന് ഇടയ്ക്ക് നമ്മളെ ചിത്രകല പരിഷത്തിന്റെ ഇതില് നമ്മളൊരു സെയിലിന് വെച്ചിരുന്നു. ബാംഗ്ലൂർ ചിത്രസന്ധ്യയിലെ ചിത്രം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കേരള ചിത്രകല പരിഷത്തിന്റെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞാൻ വരയ്ക്കുന്നുവെങ്കിലും നമ്മളിത് ഉപജീവനമാർഗമാണ്. ഇത് വെച്ചാണ് എന്റെ ഫാമിലിയൊക്കെ, എന്റെ ചെറുപ്പം തൊട്ട് എന്റെ എന്റെ വീട്ടുകാരെയൊക്കെ അന്വേഷിച്ച് വന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ചിത്രം വരയ്ക്കാൻ പഠിക്കാൻ പോകാനായിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതല്ല, അവിടെ പഠിപ്പിക്കുന്ന സ്ഥലമല്ല. അപ്പോ ഒരു തൊഴിലിന് എന്ന് പറഞ്ഞ് ഇവിടുന്ന് കുഞ്ഞുമാളില് 10-16 വയസ്സിലൊക്കെ മദ്രാസിന്റെ ഒരാൾ കൊണ്ടുപോയതാണ്. അവിടെ സാറിന്റെ അടുത്ത് പോകാൻ വേണ്ടി തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ അവിടെ പോയി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിത്രകല പഠിപ്പിക്കുന്ന സ്ഥലമല്ല, അവര് സിനിമ കട്ടൗട്ട് സൈൻ ബോർഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അവരെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കും, ഇന്ന് ഹെൽപ്പറായിട്ട് നിൽക്കുക, അല്ലാതെ അവരൊന്നും പറഞ്ഞു തരത്തൊന്നുമില്ല. അവർക്ക് തന്നെ അതല്ല. പിന്നെ ഞാൻ പിന്നെ നാട്ടിൽ വന്നു, എന്റെ ഗുരുവിന്റെ അടുത്ത് പോകാൻ അപ്പോഴത്തെ കഴിഞ്ഞില്ല. പിന്നെ നാട്ടിൽ വന്ന് ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. വരച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ പല പ്രഗത്ഭന്മാരായ ആർട്ടിസ്റ്റുകളെയും പരിചയപ്പെട്ട് അവരെ കൂടെയൊക്കെ നിന്നിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതൊന്നും ഒരിക്കലും പൂർണ്ണമാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് ഈ കല ഒരിക്കലും പൂർണ്ണമാകത്തില്ല. മാറി വരുന്ന ടെക്നിക്കലിനൊപ്പം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാത്രമല്ല, ഈ കളർ കോമ്പിനേഷനും കാര്യങ്ങളും ടെക്നിക്കൊപ്പം അത് വേറെ ഒരു ഇതാണ്. ഇപ്പൊ റിയൽ ആയിട്ടുള്ളത് എത്ര ടെക്നിക്ക് വന്നാലും ഇപ്പൊ AR ക്യാമറ ഒക്കെ വന്നിട്ടുണ്ട്. റിയൽ തന്നെ. ഇപ്പൊ ഇതാ ഈ പോർട്രേറ്റ് ഒക്കെ കാണുമ്പോ അറിയാം ഇതിന്റെ റിയൽ പെയിന്റിംഗ് ആണ് ഇത്. ഒരു 500-600 വർഷങ്ങള് ഇതിരിക്കും. രവിവർമ്മ ചിത്രങ്ങൾ തന്നെ ഇരിക്കാനും നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇവിടെ രാജാ രവിവർമ്മ സാറിന്റെ അവിടെ രവിവർമ്മയുടെ കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ പോയിരുന്നു. പുള്ളിയുടെ ചിത്രങ്ങൾ തന്നെ എത്രയും വർഷമായിട്ടും അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. അപ്പോ നമ്മൾ എത്ര തന്നെ പുതിയ ടെക്നോളജി വന്നാലും അതൊക്കെ കമ്പ്യൂട്ടർ വഴി പ്രിന്റിംഗ് ആയിട്ടേ വരത്തുള്ളൂ. പക്ഷേ നിരവധി അംഗീകാരങ്ങളും മാഷിനെ തേടി വന്നിട്ടുണ്ടല്ലേ? അതെ അതെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ അംഗീകാരങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത്? അംഗീകാരങ്ങള് ഫിലിം അവാർഡുകാരുടെ ഫിലിം ഇതിന്റെ കിട്ടിയിട്ടുണ്ട്. നന്മ ഇതുവരെ ഒരുപാട് സംഘടനകള് കലാകാരനെ ആദരിക്കുക എന്നുള്ള ഇതിൽ കിട്ടിയതാണ്. ഇപ്പൊ നിരന്തരമായിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റുകളും പല സംഘടനകളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ കൂടുതലും മാഷ് എങ്ങനെയാണ് ഈ ദേവാലയങ്ങളിലെ ഈ രൂപങ്ങളൊക്കെ വരാനായിട്ട് അങ്ങനെ ദേവാലയങ്ങള് അൾത്താര പെയിന്റിങ്സ്, പിന്നെ ക്ഷേത്രങ്ങളിലുള്ള പെയിന്റിങ്സ്, ദേവിയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നത്, ചർച്ചുകളിലെ അൾത്താര വർക്ക്, ക്രൈസ്റ്റിന്റെ ഫോട്ടോയും അനുബന്ധിച്ചുള്ള പടങ്ങൾ വരയ്ക്കുന്നത്, അങ്ങനെയെല്ലാം ഉണ്ട്. ഇപ്പോൾ മാഷ് ചെറുപ്രായത്തിൽ തന്നെ ഇതിലേക്ക് കടക്കുമ്പോൾ മാഷിന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ഇതിന് ഫുൾ സപ്പോർട്ട് വന്നിട്ടുണ്ടോ അന്നത്തെ കാലഘട്ടത്തിൽ? അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. ഞാൻ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ചിത്രകലയിലേക്ക് എല്ലാ കുട്ടികളും വരയ്ക്കുന്നത് പോലെ ഒരു ടാലന്റ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമ്മയ്ക്കൊന്നും അതിനെക്കുറിച്ചുള്ള ഒരു നോളജൊന്നും ഇല്ല ചിത്രകലയെ കുറിച്ച്. അവർക്ക് എന്താന്ന് പോലും അറിയത്തില്ല. പിന്നെ അവര് അതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കാനൊന്നും അവർക്ക് അറിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ തേടിപ്പോയതാണ്. മാഷ് അന്ന് എത്രാം ക്ലാസ് വരെ അന്നത്തെ വിദ്യാഭ്യാസം മാഷ് പൂർത്തിയാക്കിയിട്ടുണ്ട്? വിദ്യാഭ്യാസം അന്ന് 10ാം ക്ലാസ് പഠിച്ചു. പിന്നീട് +2 ഒക്കെ പഠിച്ചു. +2 ഒക്കെ വരെ പോയിട്ടുണ്ട്. പിന്നീട് പോയി. ഈ പഠനത്തോടൊപ്പം തന്നെ ഈ വരയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? ചെറുപ്രായത്തിൽ കിട്ടുന്ന സമയത്ത് പേപ്പറുകളിലൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നെ പഠനം കഴിഞ്ഞിട്ട് ഇതിനെ തൊഴിലാക്കി മാറ്റി. കാരണം എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ, നമ്മൾ തൊഴിൽ മേഖലയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇതുമായിട്ടൊരു അതിനോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ നമ്മളെ ഗുരുക്കന്മാരെ തേടി നടന്നു. അങ്ങനെയാണ് മദ്രാസിൽ പോകാൻ കഴിഞ്ഞത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും പഠിക്കാൻ പറ്റിയില്ല. അന്നത്തെ കാലത്ത് അതിനുള്ള സാമ്പത്തികമൊന്നും നമുക്കില്ലായിരുന്നു. പിന്നെ മാഷിന് ഇപ്പോ എത്ര കുട്ടികളാണുള്ളത്? എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്. അവരൊക്കെ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? അവര് രണ്ടുപേരും PG കഴിഞ്ഞു. ഒരാള് പ്രൈവറ്റ് ആയിട്ട് ഒരു ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. ഒരാള് ലൈബ്രറി സയൻസ് ആണ്. പുള്ളി സ്കൂളിൽ വർക്ക് ചെയ്യാണ്. പ്രൈവറ്റ് ആണ് രണ്ടാളും. എല്ലാരും നല്ല കട്ട സപ്പോർട്ട് തന്നെയാണ് മാഷിന്? സപ്പോർട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മള് ഇവിടെ വന്നു മാഷിന്റെ പടങ്ങളെല്ലാം നമ്മളിപ്പോ കണ്ടു. അപ്പൊ ഇനി നമുക്ക് മാഷിന്റെ ഫാമിലിയെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ വീടിന്റെ സീലിംഗും നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അതെ. ഓ, ഈ ഫോട്ടോ മാഷിന്റെ ആണല്ലോ? ഇത് ആര് വരച്ചതാണ് ഈ ഫോട്ടോ? ഇതെന്റെ ഒരു സുഹൃത്ത് വരച്ചാണ്. നല്ല ആർട്ടിസ്റ്റ് ആണ്, രഞ്ജിഷൻ എന്ന് പറഞ്ഞ. പുള്ളിക്കാരെ എങ്ങനെ വരച്ച് ഗിഫ്റ്റ് ആയിട്ട് ഒരു എക്സിബിഷൻ വെച്ചപ്പോ അങ്ങനെ തന്നെയാണല്ലേ? നമസ്കാരമുണ്ട്. ഓ, എങ്ങനെയാണ് മാഷ് ഇപ്പോ 1986 മുതൽ പടങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് സപ്പോർട്ട്? എങ്ങനെയാണ് സപ്പോർട്ട്? എന്റെ കല്യാണത്തിന് മുന്നേ പുള്ളി വർക്കായിരുന്നു. 28 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോഴ് ഇതാണ് നമ്മുടെ ഉപജീവന മാർഗം. ഇപ്പോഴ് വർക്കുകളൊക്കെ കുറവല്ലേ, ഫ്ലക്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വർക്കുകളൊക്കെ കുറവാണ്. പിന്നെ പോർട്രേറ്റും അക്രലിക് വർക്കുകളും എല്ലാമൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് എക്സിബിഷൻ, അതിൻ്റെ ചിത്രങ്ങൾ വരച്ച് എക്സിബിഷന് വേണ്ടിയിട്ടുള്ള വർക്കിലാണ്. അല്ലാതെ പുറത്തുള്ള വർക്കുകളൊക്കെ കുറവാണ്. ഇത് നമ്മുടെ ഉപജീവന മാർഗമാണ്. അല്ലാതെ ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ മേലെ ഒരുപാട് പടങ്ങൾ വരച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ പടങ്ങളൊക്കെ വരച്ചിട്ട് കൊണ്ട് കാണിക്കൂ, ഇത് ഞാൻ വരച്ച പടമാണെന്ന് പറഞ്ഞിട്ട്? അപ്പൊ അതിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ? പൊതുവിലെ നമ്മൾ കണ്ടോണ്ടിരിക്കും. ചിലപ്പോഴേ ഈ വർക്ക് തുടങ്ങി പകുതിയൊക്കെ ആവുമ്പോൾ നമ്മൾ കാണും. വർക്ക് വീട്ടിൽ ഇരുന്നല്ലേ ചെയ്യുന്നത്. അപ്പോഴും നമ്മളിത് കാണും. അങ്ങനെയാണ്. അപ്പൊ ഫുൾ സപ്പോർട്ടാണ്? സപ്പോർട്ടാണ്. എന്റെ പേര് ശ്രുതി. ഞാൻ അദ്ദേഹത്തിന്റെ മൂത്ത മകളാണ്. ഞാൻ PG കഴിഞ്ഞു. ഞാനൊരു ലൈബ്രറിയിലായിരുന്നു. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛന് വേണ്ടത്ര അംഗീകാരങ്ങൾ കിട്ടിയതായിട്ട് എൻ്റെ
എന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ആ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ല, കാരണം നല്ല ഒരുപാട് ചിത്രങ്ങൾ സ്റ്റുഡിയോയിൽ അദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ട്. അതെ. നല്ല അടിപൊളി ജീവനുള്ള ചിത്രങ്ങൾ വരെ അതിലുണ്ട്. അപ്പൊ ഞാൻ പലതും കണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുതായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇപ്പൊ അച്ഛന്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലും ഒരു വരയ്ക്കാനുള്ള വാസന മകളെന്ന നിലയിൽ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അവൾക്കാണ് കൂടുതലായിട്ട് ഇതിനോട് താല്പര്യമുള്ളത്. എനിക്ക് താല്പര്യമില്ലെന്നല്ല, എന്നാലും എന്നെക്കാളും അവൾക്കാണ് ഈ ഒരു മേഖലയിൽ കഴിവ്. സഹോദരിക്ക് അല്ലേ? സഹോദരി ഇപ്പൊ ഇവിടെ ഇല്ല? ഇല്ല, നാട്ടിലില്ല. അവള് എന്ത് വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുവാണ്. അപ്പോ ആ ഒരു മോക്ക് കലയോടുള്ള വാസന ഉണ്ട്, ഒരു ആർട്ടിസ്റ്റാണ് അപ്പോഴേ. അപ്പോ ഇദ്ദേഹം എന്താണ്, വേറെ എന്താണ് കലയുമായിട്ടുള്ള ഒരു ബന്ധമല്ല, പഠനവും അങ്ങനെയാണ്? ഞാൻ ബേസിക്കലി ലൈബ്രറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബുക്കുകൾ വായിക്കാനൊക്കെയാണ് താല്പര്യം. അടുത്ത PhD അങ്ങനെയൊക്കെ താല്പര്യം. അപ്പോൾ അച്ഛന്റെ ഈ വരയ്ക്കൊക്കെ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്? അതെ, സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് പെയിന്റിംഗ് എല്ലാം. ഞങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ത്രൂ സോഷ്യൽ മീഡിയ. മാഷിന്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ഇനിയും നല്ല നല്ല അവസരങ്ങൾ മാഷിനെ തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. PDA ചാനലിലെ എൻ്റെ കല എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും മറ്റൊരു കലാകാരനുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം.